ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോബി ഇവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. വേദയും വിക്രമും കൊലപാതകം നടത്തിയിട്ട് വന്നിട്ടുള്ളവരാണ്, നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുന്നവരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ മാനസികമായിട്ട് തകർക്കാണ് കേട്ടോ സമരം ചെയ്യാൻ വന്നവരെ. അതിനുശേഷം നമ്മുടെ ജോബിയാണെന്നുണ്ടെങ്കിൽ പോലീസിന് വിളിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇപ്പോൾ എത്തും എന്ന് പറയുകയാണെ. അങ്ങനെ പിന്നെ ജോബി പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ സമരം ചെയ്യാൻ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നെ ഗരാവ് ചെയ്തവരൊക്കെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരം വൈകിയതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങൾ ജോലിക്ക് പോകേണ്ടവർ പോയിക്കോ. പിന്നെ മേരി, ഇവളുടെ വക്കാലത്ത് പിടിച്ച് വന്ന മേരി ഉണ്ടല്ലോ, ഇന്ന് മുതൽ പണിക്ക് നിൽക്കണ്ട, മാറിക്കിടി അങ്ങോട്ട് എന്ന് പറഞ്ഞാണ്ട് ജോബി അങ്ങോട്ട് പോവുകയാണേ. ജോബി പോയി കഴിഞ്ഞോട് കൂടിയിട്ട് തൊഴിലാളികളൊക്കെ ആകപ്പാടെ മേരിനെയും വേദനയും കുറ്റം പറയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇവർ നാളെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി പോകൂലേ മേരി, നീ എന്ത് അറിഞ്ഞിട്ടാണ് ഇവളെ കൂട്ട് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനൊരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്? ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ഇനി എന്ത് ചെയ്യുന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എന്നാൽ വേദന ഭാഗം നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ വേദന ഭാഗം നിന്നിട്ട് പറയുന്നുണ്ട്, അയാളുടെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ അയാളൊരു നുണ പറഞ്ഞതാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൂട്ടം കൂടി നിന്നിട്ട് മേരിനെ വേദനയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയാണ്. അപ്പോഴേക്കും ഗീവർഗീസും അച്ഛനും വിക്രമും കൂടി എത്താണ് കേട്ടോ. എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ മേരി പറഞ്ഞേ, അച്ഛൻ വന്നു, ഇനി അച്ഛനോട് ചോദിച്ചോ എന്ന് പറയാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടിയിട്ട്, അച്ഛോ ഇവർ നാട്ടിലൊരു കൊലപാതകം ചെയ്തിട്ട് ഓടി വന്നവരാണെന്നാണ് പറയണേന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഉടനെ എത്തുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. വിക്രമ വേദയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ശോശാമേ, ഒരു കാലത്ത് ശോശാമ ഈ ഗീവർഗീസിൻ്റെ കൂടെ തന്നെയല്ലേ കെട്ടിയാനെയും കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ അച്ഛോ, അന്ന് നിങ്ങളുടെ ഊരും പേരും നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണോ ഞാൻ നിങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും അല്ല അച്ഛോ. എന്നിട്ടിപ്പോൾ എത്ര വർഷമായി ശോശാമ ഇങ്ങോട്ട് വന്നിട്ട്? ഞങ്ങൾ 10 വർഷമായി. ആ 10 വർഷമായിട്ട് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ ഞങ്ങളങ്ങനെ തെറ്റ് ചെയ്തിട്ട് വന്നവരൊന്നും അല്ലല്ലോ അച്ഛൻ എന്ന് ചോദിക്കുന്നത്. ഇവർ തെറ്റ് ചെയ്തിട്ട് വന്നതെന്നുള്ള തെളിവ് ശോശാമയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പം ശോശാമ ഒന്നും മിണ്ടുന്നില്ലേ. എന്നാൽ ഞാൻ പറയാം, ഇവരങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ട് വന്നവരല്ല എന്ന് പറയുകയാണ്. അന്നേരം മറ്റുള്ള തൊഴിലാളികൾ പറയുന്നുണ്ട്, അയ്യോ അല്ലാച്ചോ, ഇവരിപ്പോൾ ഇങ്ങനെ പോലീസുകാർ വരും എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഞങ്ങൾക്ക് ഇനി തൊഴിലില്ലാതാവൂലെന്ന് പറയുകയാണേ. അന്നേരം അച്ഛൻ ഇങ്ങനെ സുവിശേഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജോബി തെറ്റ് ചെയ്തവനാണ്, എന്തായാലും ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ സാക്ഷിയായി പറയാണ്. ജോബി ചെയ്ത തെറ്റ് കമ്പനിക്ക് മനസ്സിലായിട്ടുണ്ട്. കമ്പനി ഉടനെ തന്നെ ആളെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് അനുസരിക്ക്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എസ്റ്റേറ്റിൻ്റെ മുന്നിൽ, ബംഗ്ലാവ് എസ്റ്റേറ്റിന് മുന്നിൽ, എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുന്നിൽ പോയിട്ട് സമരം ചെയ്തോളാൻ പറയാണ് കേട്ടോ. അപ്പോൾ അവരതിന് സമ്മതിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് സമരം ചെയ്യും എന്ന് പറയും. അപ്പോഴേക്കും പോലീസുകാർ വരികയാണ് കേട്ടോ. പോലീസുകാർ വന്നു കണ്ടിട്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടോ ഇങ്ങോട്ടൊക്കെ എന്ന് പറയട്ടെ. അച്ഛോ, ഇവിടെ 2 ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, നാട്ടിൽ കൊല ചെയ്തിട്ട് ഓടിപ്പോന്നവരാണെന്ന് പറയുന്നത്. അത് ജോബിയല്ലേ പറഞ്ഞത്, തൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കണം. അല്ല, സോഷ്യൽ മീഡിയ ഒന്നും അച്ഛൻ കാണാറില്ലേ? സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളാണോ നിങ്ങൾ തെളിവായിട്ട് പോലീസുകാർ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെ. ഇവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ. അതൊന്നുമില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്? ഇവരങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ട് വന്നിട്ടുള്ളവരല്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവും കൊണ്ട് വേണം വരാനായിട്ട്. വെറുതെ വന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ അച്ഛൻ പോലീസുകാരനെ നിരുത്സാഹപ്പെടുത്താണ്. അപ്പോൾ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ തിരിച്ചു പോകാൻ തയ്യാറാവാണ്. അപ്പോൾ മറ്റുള്ളവരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്തോ, വേഗം തന്നെ എസ്റ്റേറ്റിന് മുന്നിലേക്ക് പൊക്കോളാൻ പറയും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ജോബിലെ എസ്റ്റേറ്റിന് മുന്നിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ജോബി വിചാരിക്കും ഇവർ മാപ്പ് പറയാൻ വന്നതാണെന്ന്. എവിടെ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിക്കാൻ കേട്ടോ വേദന. അപ്പോൾ വേദന ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ നോക്കുകയാണേ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് നന്നായി എന്ന് പറയും കേട്ടോ. അപ്പോൾ മേരി പറഞ്ഞിട്ടുണ്ട്, സാറേ മാപ്പ് പറയാനും കാല് പിടിക്കാനൊന്നും വന്നതല്ല, സാറിനെതിരെ ഇവിടെ വെച്ച് സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, സാറിന് പുറത്ത് ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സമരം തുടങ്ങുകയാണേ. അന്നേരം ജോബി ആകെ കുഴപ്പത്തിലാവും. അപ്പോഴേക്കും അച്ഛനും ഗീവർഗീസും വിക്രമൊക്കെ കൂടെ വരികയാണ്. മാത്രമല്ല കമ്പനിയിൽ നിന്നൊരു ഉദ്യോഗസ്ഥനും കൂടി വരുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് കമ്പനി മാനേജർ പറയാണ്, ജോബി തെറ്റുകാരനാണെന്ന് കമ്പനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന്
പിടിച്ചെടുത്ത മാസങ്ങളോളം ആയി വർഷങ്ങളോളമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പൈസ ഒക്കെ കമ്പനി തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്ക് പകരം മറ്റൊരു മാനേജർ ഉടനെ തന്നെ ഇവിടെ ചാർജ് എടുക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവാണേ. ഇതേ സമയം ജോബിയാണെന്നുണ്ടെങ്കിൽ വേദന ഒരു തരം പ്രതികാരത്തോട് കൂടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദന ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് വേദന പൊക്കിയെടുത്തിങ്ങാട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചിങ്ങനെ പോകുന്നുണ്ട് സന്തോഷത്തോട് കൂടിയിട്ട്. വിക്രമിനെ എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ വിക്രമ് ഇങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ വേദ ചോദിക്കും ഇതെന്ത് ഈ നേരത്തെ കട്ടൻ ചായ, എനിക്ക് നല്ല തലവേദന, ഒരു ഗ്ലാസ് കുടിക്കണമെന്ന് തോന്നി, അപ്പോൾ നിനക്കും കൂടെ ഒരു ഗ്ലാസ് എടുത്തു എന്ന് പറയുകയാണേ. അപ്പോൾ വേദ ഇങ്ങനെ കുടിച്ചിട്ട് ഇതിനെന്താ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ അത് ഞാൻ എന്ന് പറയാൻ കേട്ടോ. എന്ത് അല്ല ഒന്നുമില്ല, ഇത്തിരി ചുക്കുപൊടി ചേർത്തിട്ടുണ്ട് അതിന്. അല്ല ആദ്യം പറയാൻ വന്നത് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ കുറച്ച് പ്രേമത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അയ്യേ എന്ന് പറഞ്ഞിട്ട് വേദന ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ. ഞാനങ്ങനെ പറയാൻ വന്നതാ, പിന്നെ അത് വേണ്ടാന്ന് വെച്ചതാ. എന്നിട്ട് എന്താ പറയാൻ, ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ അതിനെ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അല്ല ഗുണ്ടയായിരുന്ന ആള് ഇപ്പം ഇങ്ങനെയൊക്കെ ആയപ്പോഴേ ഇതിനേക്കാളും ഭേദം അതാണെന്നും തോന്നുന്നുണ്ട് എനിക്ക് നല്ലതെന്ന് പറയണ്ട. അപ്പോൾ വിക്രം പറയും ആണോ എന്ന് ചോദിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാറാമെന്ന് പറയട്ടെ. അങ്ങനെ മാറേണ്ടി വരും ചിലപ്പോൾ. എന്തേ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കേ. അല്ല നമ്മളോട് ഉള്ളൊരു ദേഷ്യം ആ ജോബിയുടെ മനസ്സിലുണ്ടാവും, അയാൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും എന്നാൽ പിന്നെ അയാൾ പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് 4 കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതാണോ ഞാൻ പറഞ്ഞതിനുള്ള അർത്ഥം? അതൊന്നുമല്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ വേറൊരിടത്ത് വെച്ച് കാണാം. അയാൾ എന്തായാലും നമ്മുടെ വേറെ ബുക്സ് തിരഞ്ഞു പോകും. അപ്പോൾ നിൻ്റെ ഏട്ടൻ്റെയും നിൻ്റെ അമ്മാവൻ്റെ കയ്യിലെത്തും, അത്രയല്ലേ എന്ന് ചോദിക്കണം കേട്ടോ. എന്നാൽ ആയിരിക്കും. എന്തായാലും അനിയൻകുട്ടൻ്റെ വായിൽ നിന്ന് ആ സത്യം പുറത്ത് വീഴുന്നത് വരെ നമുക്കിങ്ങനെ പിടിച്ച് നിന്നേ പറ്റൂ എന്ന് പറയാണ് കേട്ടോ വിക്രം. അതിന് ശേഷം അവസാനം ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുന്നു തന്നെ വിക്രം വേദയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പ്രമോല് കാണിക്കുന്നത് പുതിയ മാനേജർ ചാർജ് എടുക്കുകയാണ് കേട്ടോ. ഒരു പണിയെടുക്കുന്ന സമയത്ത് മാനേജർ വരികയാണ്. മാനേജർ വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്ത മാനേജറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എസ്റ്റേറ്റ് ബംഗ്ലാവൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഈ തൊഴിലാളികളെല്ലാവരും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരാനുള്ള ആ പണം 4 തവണയായിട്ട് കമ്പനി തിരിച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതിൻ്റെ ഇടയിൽ പേര് സന്തോഷ് എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സന്തോഷം എന്ന് പറഞ്ഞ ആൾ വേദന നോക്കിയിട്ട് പറയുന്നുണ്ട്, എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ തോന്നുന്നുണ്ടല്ലോ, എനിക്ക് എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ആ ഒരു സംഭവത്തിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഒരു മുൻകൂർ പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.